ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു anaswarrecipes. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആപ്പിൾ കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. റെഡ് ആപ്പിളാണ് പച്ചടി ഉണ്ടാക്കാൻ ഞാൻ എടുത്തത്. ഗ്രീൻ ആപ്പിൾ കൊണ്ടും നമുക്ക് പച്ചടി ഉണ്ടാക്കാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ആപ്പിളാണ് എടുത്തത്. അതിനൊപ്പം 3 പച്ചമുളകും അല്പം കറിവേപ്പിലയും. നമുക്ക് ആദ്യം തന്നെ ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിവിടെ ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച ആപ്പിൾ കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് പച്ചമുളക് നെടുകെ ചീന്തിയത് ഇടാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പുമിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. എരിവ് അധികം വേണ്ടവർക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം. ആപ്പിൾ വേവിക്കാൻ 1/4 കപ്പ് വെള്ളം മതിയാവും. ഒരടപ്പ് കൊണ്ട് മൂടി ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു പച്ചമുളക് കൂടെ ഇടുക, 2 സ്പൂൺ തൈര് ഒഴിക്കുക, നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കടുകിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. കടുക് നന്നായി അരയേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. പച്ചടിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിൾ വെന്തോ എന്ന് നോക്കാം. ആപ്പിൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നാം ഇതിലേക്ക് അരച്ച തേങ്ങ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തൈരോ ഉപ്പോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് പച്ചടിക്ക് ആവശ്യമായ കടുക് താളിച്ചെടുക്കാം. കടുക് പച്ചടിയിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ആപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.